കെ അനിൽകുമാർ, ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞതിനുള്ള ഷോണിന്റെ മറുപടി കേട്ടല്ലോ. അങ്ങേക്ക് അതിൽ ചോദ്യമുണ്ടോ ഷോണിനോട്? കാരണം ഞാൻ അങ്ങയിലേക്ക് വരുന്നത് ഷോൺ അധിക സമയം ഈ ചർച്ചയിൽ ഉണ്ടാകില്ല എന്നതുകൊണ്ടാണ്. ശ്രീ അനിൽകുമാർ. ജന്മഭൂമി ഈ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി മുഖപ്രസംഗം എഴുതിയിട്ടുണ്ടോ? കരിമണൽ കമ്പനിയിലെ ഉംറ കഴിഞ്ഞ് മടങ്ങിയെത്തിയ കുഞ്ഞാലിക്കുട്ടി അവിടെ സന്ദർശിച്ചപ്പോൾ ആ സമ്മേളനത്തെ സംബന്ധിച്ച് ജന്മഭൂമിയിൽ ഒരു ലേഖനം എഴുതിയതിന് ഹരിയസ് കർത്ത എന്ന ചീഫ് എഡിറ്ററെ ജന്മഭൂമി പുറത്താക്കിയിട്ടുണ്ടോ? BJPയും ഈ കരിമണൽ കമ്പനിയായിട്ടുള്ള ബന്ധം എന്താണെന്നാണ് ഷോൺ ജോർജ് മനസ്സിലാക്കിയിരിക്കുന്നത്. ഞാൻ ഹരിയസ് കർത്തയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കരിമണൽ കമ്പനിയിൽ നിന്ന് പൈസ കൊണ്ടുപോകുന്ന BJPയും ജന്മഭൂമിയുമാണെന്ന് തെളിവാണ് ഹാജരാക്കിയിരിക്കുന്നത്. നിങ്ങളുടെ അന്വേഷണത്തിൽ ഈ ഹർജിയുണ്ടോ? ഹർജിയിൽ ഏതെങ്കിലും ഒരു കാര്യം ഈ കാര്യം രേഖപ്പെടുത്താത്ത എന്തുകൊണ്ട്? അതാണ് ഷോണിനോട് ചോദ്യം. ജന്മഭൂമിയെ കുറിച്ച് നിങ്ങൾ ഉൾപ്പെടുത്താത്ത എന്തുകൊണ്ട്? ഞാൻ പറഞ്ഞല്ലോ അല്ലേട്ടാ, ഈ അന്വേഷണത്തിൽ എവിടം വരെ അന്വേഷിക്കാവോ? ഇപ്പോൾ ഈ പറഞ്ഞ ഷോൺ ജോർജ്, എൻ്റെ അപ്പൻ PC ജോർജ് ഉൾപ്പെടെ ആരൊക്കെ ഇതിനകത്ത് പണം മേടിച്ചിട്ടുണ്ടോ അവരെല്ലാം പ്രതിയാകട്ടെ. പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് CPIM ഇത് തന്നെയല്ലേ പറയുന്നത്. ആരിലേക്ക് വേണമെങ്കിലും അന്വേഷണം പൊക്കോട്ടെ എന്ന്, ആരിലേക്ക് വേണമെങ്കിലും അന്വേഷണം പൊക്കോട്ടെ എന്ന് പറയുകയും ചില കാര്യങ്ങളിൽ മൗനം പാലിക്കുകയും ചെയ്യുന്നതാണ് നമുക്ക് CPIMനെ പറ്റിയുള്ള വിമർശനം. ഷോൺ പറയുമ്പോഴും ഷോണിനോട് അല്ലേട്ടാ, എന്തിനാണ് നിങ്ങൾ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് ഈ അന്വേഷണത്തിൽ ഈ കാര്യം ഷോൺ പറയാത്തത്? എന്തുകൊണ്ടാണ് അന്വേഷണത്തിൽ ഈ കാര്യം ഷോൺ ഉൾപ്പെടുത്താത്തത്? 788 പേജ് ഹോംവർക്ക്, ഇതൊക്കെ ഷോണിന്റെ അവകാശവാദമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, അല്ലേ? 788 പേജ് ഹോംവർക്ക്, ഇതിന് മേൽ വിയർപ്പൊഴുക്കൽ, ഇതൊക്കെ അന്ന് പറയുന്നതാണ്. ഈ കാര്യം എന്താ പറയാത്തത്? അതാണ് അനിൽകുമാറിന്റെ ചോദ്യം. അല്ല, ഒരു മിനിറ്റ് എൻ്റെ പരാതിയിൽ ആരാണ് പറഞ്ഞത്? പിണറായി വിജയനും കൊണ്ടാണ് ഞാൻ അവസാനിപ്പിച്ചതെന്ന്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിച്ചത് മാത്രമല്ല, PCIT നടത്തിയ അന്വേഷണത്തിൽ മൊഴികളിൽ വന്നിട്ടുള്ള മുഴുവൻ ആളുകളുടെയും നേരെയുള്ള ആരോപണങ്ങൾ അന്വേഷിക്കണമെന്നാണ് എൻ്റെ പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അല്ലേട്ട, എൻ്റെ പരാതി കാണാത്തോണ്ടാണ് ജന്മഭൂമി പിണറായി വിജയനെ കൊണ്ട് ഈ ആവശ്യപ്പെട്ടുകൊണ്ടല്ല ഞാൻ റിട്ട് നൽകിയത്. ഞാൻ എന്റെ റിട്ടിൽ ജന്മഭൂമിയെ കുറിച്ച് പരാതിയുണ്ടോ? എഴുതി കൊടുക്കോ. എന്തോ ജന്മഭൂമിയെ കുറിച്ച് എഴുതി കൊടുക്കോ? ചോദ്യം. ജന്മഭൂമിയെ കുറിച്ച് ചേട്ടന് ജന്മഭൂമിയെ കുറിച്ച് ചേട്ടന് പരാതി ഉണ്ടെങ്കിൽ ചേട്ടൻ അത് നാളെ എനിക്ക് അയച്ചോ. നിങ്ങൾക്ക് അതിന്റെ ഞാൻ ഇതുവരെ സമർപ്പിച്ചിട്ടുള്ളത് മുഴുവൻ രേഖകളാണ്. ആ രേഖകൾക്കകത്ത് ഇന്ന് വരെയും ഞാൻ അങ്ങനെ ഒരു പേര് കണ്ടില്ല. നാളെ ആ പരാതി ആ കോപ്പി ചേട്ടൻ ഇങ്ങോട്ട് വന്നു. ഞാൻ അഡീഷണൽ ഡോക്യുമെന്റ്, ഞാൻ ഈ പരാതിക്കാരൻ എന്ന നിലയിൽ ഇതിന്റെ അഡീഷണൽ ഡോക്യുമെന്റ് എന്തും ഫയൽ ചെയ്യാനുള്ള അവകാശം എനിക്ക് ചോദിക്കാനുണ്ട്. ഷോണെ, ഈ കാര്യത്തിൽ SFIയോടെ അന്വേഷണം ഏത് ദിക്ക് വരെ എത്തുമെന്നാണ് താങ്കൾ കരുതുന്നത്? കാരണം 8 മാസത്തെ സമയം, 6 ഉന്നത ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 3 ഉന്നത ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 6 ഉന്നത ഉദ്യോഗസ്ഥരാണ്. പിന്നെ ഈ പറയുന്ന ചിദംബരവുമായി ബന്ധപ്പെട്ടും കാർത്തി ചിദംബരവുമായി ബന്ധപ്പെട്ടും ഒക്കെ അന്വേഷണം നടത്തിയ ആളിനാണ് പ്രധാനപ്പെട്ട ചുമതല ഈ കാര്യത്തിൽ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നു. ശരിയാണ്, ചിദംബരം ഈ പറയുന്ന പോലെ വെള്ളം കുടിച്ചിട്ടുണ്ട്, ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ ഈ മടിയിൽ കനമില്ലാത്ത ആൾ ഉൾപ്പെടെയുള്ള ആളുകൾ ബുദ്ധിമുട്ടിലാകും ഈ അന്വേഷണത്തിലൂടെ എന്ന് കരുതുന്നുണ്ട്. കാരണം 8 മാസമാണ്. 8 മാസം എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള പാലിക്കേണ്ടതുമല്ല. അപ്പോൾ നല്ല സാവകാശം കിട്ടുകയാണ്. ഈ അന്വേഷണം വന്നോട്ടെ, നേരിട്ടോളാം എന്ന് CPMന് പറയാൻ ഒരു ബുദ്ധിമുട്ടുമില്ലാത്തൊരു രാഷ്ട്രീയ കാലാവസ്ഥ നിങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങളെന്ന് വെച്ചാൽ ഈ SFIയോ ഇത് കമ്പനീസ് ആക്ട് പ്രകാരം 210 അനുസരിച്ചുള്ള എൻക്വയറി ആണെങ്കിൽ അതിന് 4 മാസം ധാരാളമാണ്. നമ്മളിപ്പോൾ ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള കമ്പനിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുള്ള ഈ ആരോപണം എന്ന് പറയുന്നത് ഒത്തിരി വൈഡാണ്. ഇത് മിനറൽസ് ആക്ട് പ്രകാരം കുറ്റം ചെയ്തിട്ടുണ്ട്, ആറ്റോമിക് ആക്ട് പ്രകാരമുള്ള കുറ്റം നമ്മൾ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, ഇവിടുന്ന് കടത്തിക്കൊണ്ടുപോയ മിനറൽസ് എന്തു ചെയ്തു എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്, കറപ്ഷൻ, ഇത്രയേറെ വിപുലമായ ഒരു റിപ്പോർട്ട് ആ PCIT ഒരു എൻക്വയറി റിപ്പോർട്ട് ഇരിപ്പുണ്ട്,
ആ റിപ്പോർട്ട് അവിടുന്ന് കടത്താൻ പോലും ശ്രമിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് ലോക്കറിലാണ് ഇപ്പോൾ സൂക്ഷിച്ചേക്കുന്നതെന്ന് പറയപ്പെടുന്നു. അപ്പോൾ PCITയുടെ റിപ്പോർട്ട്, എൻക്വയറി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ആരൊക്കെ ഉണ്ടോ അവരെല്ലാം പിടിക്കപ്പെടട്ടെ. ഞാൻ പറഞ്ഞില്ലേ, മുഖ്യമന്ത്രിയെ മാത്രമാണോ ടാർഗറ്റ് ചെയ്ത്. ഞാനിവിടെ കഴിഞ്ഞ ഒരു KSIDCയുടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടെ. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഏറ്റവും പ്രമുഖ അഭിഭാഷകരായ ഒരാൾ 25 ലക്ഷം രൂപ മുടക്കി KSIDCക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവന്നു. ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് അതിന് പങ്കാളിത്തമുള്ള CMRL എന്ന് പറയുന്ന ഒരു കമ്പനി ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞപ്പോൾ ആ സുപ്രീം കോടതി അഭിഭാഷകൻ എന്തിനാണ് ഇവിടെ വന്ന് ഈ അന്വേഷണത്തെ എതിർക്കുന്നത്? അത് എന്ത് അവകാശമാണുള്ളത്? അത് ഗുരുതരമായ തെറ്റല്ലേ ഗവൺമെന്റ് ചെയ്തത്? നേരിട്ട് വന്നൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചെലവുകൾ ഇനിയും അധികരിക്കാം. കാരണം ഫ്ലൈറ്റ് ചാർജും അങ്ങനെയുള്ള മറ്റൊരുപാട് അനുബന്ധ ചെലവുകളുണ്ട്. ഇവിടെ താമസം, അതൊക്കെ നാം കണ്ടാണല്ലോ. ഹരീഷ് സാൽവെയൊക്കെ വന്ന കാര്യമൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ. ഷോണെ, എൻ്റെ ചോദ്യം, ഈ KSIDCയുമായി ബന്ധപ്പെട്ട് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് 13.4% ഓഹരിയുള്ള ഏതാണ്ട് 1.5 കോടി രൂപയുടെ എന്തോ മാത്രം ധനപരമായി പങ്കാളിത്തമുള്ള, അല്ലേ? ശരി, പങ്കാളിത്തമുള്ള ഈ KSID എന്നൊക്കെ പറഞ്ഞ് അതിന് ഇങ്ങനെ ലഘൂകരിക്കുകയാണല്ലോ. ലഘൂകരിക്കുകയാണല്ലോ. ഈ പറഞ്ഞ വൈദ്യനാഥൻ ഒരു 4-5 തവണ ശരി, ഈ വൈദ്യനാഥൻ 4-5 തവണ ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് പറന്നു വന്നാലുണ്ടല്ലോ, എത്ര കോടിയുടെ ചെലവാണ് സംസ്ഥാന സർക്കാരിന് ഉണ്ടാകാൻ പോകുന്നത്, പൊതുഖജനാവിന് ഉണ്ടാകാൻ പോകുന്നതും അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം ഇതാണ്, KSIDC ഒരു നഷ്ടക്കണക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ CMRലുമായി ബന്ധപ്പെട്ട്. അല്ല ഷോണെ, KSIDC ഒരു കടലാസിൽ എഴുതി ഇത്ര നഷ്ടമുണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? 18 കോടി രൂപയാണ്. 18 കോടിയുടെ നഷ്ടം ആരുണ്ടാക്കി KSIDCക്ക് എന്നാണ് KSIDC പറഞ്ഞിരിക്കുന്നത്. KSIDC CMRL ഒരു കത്ത്, ഒരു വെള്ള പേപ്പർ, ഒരു കത്ത് മാത്രമാണ് ഈ വിഷയം എൻക്വയറി വന്നതിന് ശേഷം, ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം CMRL ഒരു കമ്മ്യൂണിക്കേഷൻ, അല്ല KSIDC ഒരു കമ്മ്യൂണിക്കേഷൻ CMRL കൊടുത്തിട്ടുണ്ട്. കാരണം നാളെ എന്തെങ്കിലും ഇതൊരു അന്വേഷണമായി വന്നാൽ കേസ് എടുത്ത് ഇതിന്മേൽ നടപടിയൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് പറയാതിരിക്കാൻ വേണ്ടി മാത്രം ഒരു കത്ത് KSIDC CMRL കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷോണെ, പിന്നെ ഈ വൈദ്യനാഥൻ വന്ന് ഈ പറയുന്ന 25 ലക്ഷം നിയമോപദേശത്തിനും വാങ്ങി ഈ പറയുന്ന കർത്ത എന്താണോ ആഗ്രഹിക്കുന്നത് അതേ അന്വേഷണ സംവിധാനം തന്നെ മതി ഈ കാര്യം അന്വേഷിക്കാനെന്ന് KSIDCയും കർത്തയും കൂടി ഇങ്ങനെ തോളോട് തോൾ ചേർന്ന് ഹൈക്കോടതിയിൽ നിന്ന് വാദിക്കുകയല്ലേ? അതെന്ത് ദുഷിച്ച താല്പര്യം? അത് സർക്കാരിന്റെ ചെലവിൽ കർത്തയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ശരി, അന്ന് AK ബാലൻ സഖാവും ചെയ്തത് ഇത് തന്നെയാണ്. പറഞ്ഞത് ഇമ്മ്യൂണിറ്റി ഉണ്ട്. ഇമ്മ്യൂണിറ്റി ആർക്കുണ്ട്? ഇമ്മ്യൂണിറ്റി CMRL ഉണ്ട്. CMRLനും സ്വാഭാവികമായ ഇമ്മ്യൂണിറ്റിയുള്ളൂ. ആ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് IT ആക്ട് പ്രകാരമുള്ള തുടർ നടപടികൾക്ക് വിധേയമാകേണ്ടതില്ല എന്നു മാത്രമേ ഉള്ളൂ ആ ഇമ്മ്യൂണിറ്റി. അതല്ലാതെ SFIO അന്വേഷിക്കരുത്, ED അന്വേഷിക്കരുത്, CBI അന്വേഷിക്കരുത് എന്നൊന്നും ആ ഇന്ററിം റിപ്പോർട്ടിൽ ഒരു ഇമ്മ്യൂണിറ്റി കൊടുത്തിട്ടില്ല CMRLന്. അത് AK ബാലൻ സഖാവിനെ പോലെ ഒരു മുതിർന്ന മുൻ നിയമമന്ത്രി കൂടിയായ ആൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വന്ന് അത് പറയുന്നത് എത്ര ലജ്ജാകരമാണ്. അല്ല, അത് അദ്ദേഹം എന്തൊക്കെ പറയുന്നു. അദ്ദേഹം പറഞ്ഞില്ലേ വിജിലൻസ് കോടതി ഇത് തള്ളിയെന്ന്, ഹൈക്കോടതി നോട്ടീസ് അയക്കുന്നില്ല എന്ന്. ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത മുൻകൈ AK ബാലൻ കാണുന്നേയില്ല. ഒരു അമിക്കസ് ക്യൂറിയെ വെച്ചുകൊണ്ട് ഈ കാര്യത്തിൽ ഹൈക്കോടതി എടുത്ത മുൻകൈ, ഈ കേസ് ഞാൻ മോശമായ അർത്ഥത്തിൽ പറയുകയല്ല, ആ പരാതിക്കാരൻ ഒപ്പം മണ്ണിലടിയേണ്ടതായിരുന്നു. അവിടെ നിന്നത് മുള പൊട്ടിയത് ഹൈക്കോടതിയുടെ മുൻകൈ കൊണ്ടാണ്, അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അത് കാണാതെ ഹൈക്കോടതി ഇതങ്ങ് നിരാകരിച്ചു. വിജിലൻസ് കോടതിയായിരുന്നു പരമാർത്ഥം കണ്ടെത്തിയത്. ആ രൂപത്തിൽ ഉള്ള വിധി പ്രഖ്യാപനമാണ് ബാലൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബാലന്റെ താല്പര്യം വേറെ. ബാലൻ അല്ലല്ല, ഒരു സെക്കൻഡ് ശ്രീ അൽകുമാർ, അല്ല അങ്ങ് ഖണ്ഡിച്ചോളൂ. വരാം. ശരി, ജ്യോതി ഒന്ന് ഷോണിനോട് ചോദിച്ചോട്ടെ. അല്ല, ഞാൻ എന്റെ തെറ്റുകൾ അംഗീകരിക്കാൻ തയ്യാർ. അല്ല ശരി, ഷോണിനോടുള്ള ചോദ്യം ജ്യോതി, അത് കഴിഞ്ഞ അൽകുമാറിനോട് ഞാൻ വരാം. ഷോണിന്റെ ചോദ്യം അല്ല, ഒരു സെക്കൻഡ് ജ്യോതികുമാർ, ഷോണിനോടുള്ള ചോദ്യം അങ്ങേക്ക് വരാം. ഇതെന്താണ്? നിയമസഭയല്ല ഇത് കേട്ടോ. അല്ലല്ല, ഇത് CPM ഭരിക്കുന്ന നിയമസഭയല്ല.
ഒന്ന് സഹിഷ്ണുത കാണിക്കേ. കാണുന്ന എല്ലാ സ്ഥലവും കാണുന്ന എല്ലാ സ്ഥലവും നിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള നിയമസഭയായി തോന്നരുത്. അതൊരു വല്ലാത്ത മനോനിലയാണ് അങ്ങയുടെ നേതാവ് പറയുന്നത് പോലെ. അല്ല, അങ്ങേക്ക് അത് ഞാൻ വേറെ ബഹുമാനിക്കുന്ന ഒരാളാണ് എ കെ ബാലൻ. ശരി ശരി, ജ്യോതി ഷോണിനോടുള്ള ചോദ്യം ദുഃഖം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒന്നും മോശം പറഞ്ഞില്ല. എ കെ ബാലൻ സഖാവിനെ കുറിച്ച് ഞാൻ മോശമായിട്ട് എന്തെങ്കിലും പറഞ്ഞെന്ന് അങ്ങേക്ക് തോന്നിയാൽ അങ്ങ് ക്ഷമിക്കുക. അദ്ദേഹത്തെ പോലെ ഒരു മുതിർന്ന നേതാവ്, ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ചോദ്യം. വേണു, എനിക്ക് ഷോണിനോട് ചോദിക്കാനുള്ളത്, ഇപ്പൊ ഷോണിനെതിരെ ഷോൺ BJP-യിൽ ചേർന്നുകൊണ്ടാണ്, BJP-യുമായി ചേർന്നാണ് ഇത്തരം അന്വേഷണ ഏജൻസി വളരെ പെട്ടെന്ന് തന്നെ 212 അനുസരിച്ചുള്ള അന്വേഷണം വന്നതെന്നൊക്കെ പറയുന്നു. പക്ഷേ അതുപോലെ തന്നെ ഒരു കരക്കമ്പിയുണ്ട്. ഒരു മുതിർന്ന CPM നേതാവ്, അന്തരിച്ചു പോയ ഒരു നേതാവിന്റെ മകനും താങ്കളും തമ്മിൽ അടുത്ത സൗഹൃദമുണ്ടെന്നും ആ നേതാവിന്റെ മകൻ, ആ നേതാവ് വിവാദത്തിൽപ്പെട്ട ഒരു യുവാവാണ്, അദ്ദേഹത്തിന്റെ സൗഹൃദത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് താങ്കൾ ഈ കേസുമായി മുന്നോട്ട് പോകുന്ന മറ്റൊരു കരക്കമ്പി കൂടിയുണ്ട്. അതിന് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഷോണെ മറുപടി. അദ്ദേഹം എൻ്റെ സുഹൃത്ത് മാത്രമല്ല, അദ്ദേഹം എൻ്റെ പാർട്ട്ണർ കൂടിയാണ്. ഞങ്ങൾ ഒരുമിച്ച് സിവിക് ലോ ഹൗസ് എന്ന ലോ ഫേം നടത്തുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ്. ഞാൻ 1999 മാറിവാനിസിൽ മുതൽ ഞങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോയത്. അവിടുന്ന് LLB വരെ ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചത്. എനിക്ക് അദ്ദേഹവുമായി അടുത്ത സൗഹൃദമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓഫീസ് നടത്തുന്നു. ബിനീഷ് കോടിയേരി, ശ്രീ ബിനീഷ് കോടിയേരി. ശരി, അല്ല, കഴിഞ്ഞ ദിവസം എ കെ ബാലൻ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിനുണ്ട്. എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്. എന്റെ രാഷ്ട്രീയമായി മുമ്പോട്ട് കൊണ്ടുവന്നതിൽ ഞങ്ങളുടെ ഓഫീസോ ഞങ്ങളുടെ സൗഹൃദമോ ഒരിക്കലും പരസ്പരം, ഞങ്ങൾ രാഷ്ട്രീയപരമായി ഞങ്ങൾ ഒരുമിച്ചുള്ള സമയത്ത് പരസ്പരം തർക്കിക്കാറുണ്ട്, പലപ്പോഴും വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പക്ഷേ അതൊരിക്കലും ഞങ്ങളുടെ സൗഹൃദത്തെ ബാധിച്ചിട്ടില്ല. ഈ കേസ് ഫയൽ ചെയ്യുന്നത് പോലും ബിനീഷ് അറിഞ്ഞിട്ടില്ല. കാരണം അത് പറയുന്നത് ശരിയല്ല എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഫയൽ ചെയ്ത് പിറ്റേ ദിവസം മറ്റൊരു കാര്യത്തിൽ